ചിത്രശില്പകലാ അക്കാദമിയിൽ വീണ്ടും ദേശീയ അവാർഡ്. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. കുട്ടികളുടെ ചിത്രശില്പ കലാചാതുരിയെ പ്രോത്സാഹിപ്പിക്കാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചെറുവത്തൂർ ചിത്രശില്പകലാ അക്കാദമിയിൽ വീണ്ടും ദേശീയ അവാർഡ്. അക്കാദമിയിലെ പഠിതാവും ചെറുവത്തൂർ കോവൽ AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ MK ആഷിൻ ഋതിക്കാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ടാലൻറ്റ് റിസോഴ്സ് അവാർഡ് സ്കോളർഷിപ്പ് നേടിയത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആഷിൻ ചിത്രശില്പകലാ അക്കാദമിയിൽ രവീന്ദ്രൻ തൃക്കരിപ്പൂരിൻ്റെ ശിക്ഷണത്തിൽ ചിത്രശില്പകലാ പഠനത്തിന് ചേർന്നത്. ശില്പകലയിൽ ഇന്ത്യയിലെ ദേശീയ അവാർഡ് ജേതാക്കന്മാരിൽ 6 പേരിൽ ഒരാളാണ് ഇപ്പോൾ ആഷിൻ ഋതിക്. നിരവധി ശില്പങ്ങൾ ചെയ്ത ഋതിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പം ഗാന്ധിജി, വൃക്ഷാടനം, ആനക്കൂട്ടങ്ങൾ, പക്ഷികൾ, വഞ്ചി, അമ്മൂമ്മ, അപ്പൂപ്പൻ, സ്കൂൾ വിദ്യാർത്ഥി, നാം മനുഷ്യരാകുക എന്നിവയാണ്. എൻ്റെ പേര് ആഷിൻ ഋതിക്. ഞാൻ ചിത്രശില്പകലാ അക്കാദമിയിൽ 3 വർഷമായി പഠിച്ചു വരുന്നു. ഇന്ത്യ ഗവൺമെൻറ് റിസോഴ്സ് ടാലൻറ്റ് അവാർഡ് എനിക്കാണ് ലഭിച്ചത്. ആഷിൻ ഋതിക്കിന് ദേശീയ ടാലൻറ്റ് റിസോഴ്സ് അവാർഡ് സ്കോളർഷിപ്പ് വഴി പ്രതിമാസം 1150 രൂപ പ്രകാരം 20 വയസ്സുവരെ ലഭിക്കും. ഓട്ടോ ഡ്രൈവറായ K ഋതിക്കിൻ്റെയും പിഗ്മി കളക്ടറായ M ഷീബയുടെയും മകനായ ആഷിം ഋതിക്കിന് ശില്പകലയിൽ റാം സുധറിനെ പോലെ ആകാനാണ് ആഗ്രഹം. അനുജൻ ഹാഷിമും ചേട്ടൻ്റെ വഴിയെ കലാരംഗത്തേക്ക് ചുവടുവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.